കേന്ദ്ര സർക്കാർ തീരുമാനത്തെ ബി.ജെ.പി. സ്വാഗതം ചെയ്യുന്നു. ഭാരതീയ ജനതാ പാർട്ടി ഇക്കാര്യത്തിൽ ആദ്യം മുതലേ പറഞ്ഞിരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥ കാരണമാണ്, അവർ പദ്ധതിയുടെ കാര്യത്തിൽ താല്പര്യമെടുക്കാത്തത് കൊണ്ടാണ് ശിവഗിരി തീർത്ഥാടന സർക്യൂട്ട് റദ്ദാക്കപ്പെട്ടത്. അതിപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ നേരിട്ട് ടൂറിസം മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നും അദ്ദേഹം നടത്തിയ കത്തിടപാടുകളെ തുടർന്നുമാണ് ഈ പദ്ധതി പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ കേന്ദ്ര ടൂറിസം മന്ത്രി ശ്രീ വി മുരളീധരന് നേരിട്ട് നൽകിയ കത്തിൻ്റെ പകർപ്പാണിത്. താങ്കളുടെ അപേക്ഷയെ തുടർന്നാണ് ഈ കാര്യം പുനഃസ്ഥാപിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന വിവരമാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നാൽ കേരളത്തിൻ്റെ ടൂറിസം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം ഇപ്പോൾ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ മൂത്താപ്പയെ പോലെയാണ് പെരുമാറുന്നത്. എട്ടുകാലി മമ്മൂഞ്ഞിനെ കടത്തിവെട്ടുന്ന എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ മൂത്താപ്പയുടെ റോളിലാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ടൂറിസം മന്ത്രി പെരുമാറുന്നത്. അദ്ദേഹം ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഈ പദ്ധതി പുനഃസ്ഥാപിച്ചുവെന്നാണ്. സംസ്ഥാന ഗവൺമെൻറ് ഈ പദ്ധതി അട്ടിമറിക്കാനാണ് ശ്രമിച്ചത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ്, അനാസ്ഥ കൊണ്ടാണ് കേരളത്തിൻ്റെ ഏതാണ്ട് 506 കോടി രൂപയുടെ മുതൽ മുടക്കുള്ള അംഗീകരിക്കപ്പെട്ട പദ്ധതികളെല്ലാം അട്ടിമറിക്കപ്പെട്ടത്. ശബരിമല ടൂറിസം പാക്കേജും തീർത്ഥാടന ടൂറിസവും ശിവഗിരി തീർത്ഥാടന ടൂറിസവും അട്ടിമറിക്കപ്പെട്ടത് കേരള ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ കൊണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ കേന്ദ്ര സർക്കാർ അത് പുനഃസ്ഥാപിച്ചപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് എന്ന് അദ്ദേഹം മറ്റുള്ളവർ ചെയ്തതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരള ഗവൺമെൻറ്റാണ് ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കുന്നത്. അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടി ശ്രീ വി മുരളീധരനും കേരള ബി.ജെ.പി. ഘടകവും എടുത്തതുകൊണ്ടാണ് ഈ പദ്ധതി ഇപ്പോൾ പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പദ്ധതി പുനഃസ്ഥാപിക്കുന്നതിന് പരിശ്രമിച്ച കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരനെയും ടൂറിസം മന്ത്രിയെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകം അഭിനന്ദിക്കുക. കേരള